നിങ്ങളിൽ ചിലരൊക്കെ ആവശ്യപ്പെട്ട പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല. നാട്ടിലെത്തിയിട്ട് ആദ്യമായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്കത് ശരിയാക്കിയെടുക്കാം. അപ്പോൾ രാവിലെ നേരത്തെ നമ്മൾ എണീറ്റ് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കടക്കും കേട്ടോ. അങ്ങനെ ആക്കം പോലെയൊക്കെയാണ് താഴേക്ക് കിച്ചണിലേക്ക് പോകാറുള്ളത്. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. രാവിലെ 8 മണിയാണ്. ഇപ്പോൾ പാലൊക്കെ കൊടുന്നിട്ട് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ചായക്ക് ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലത്തെ കടിയെന്ന് പറഞ്ഞാൽ ഇതൊരു നെയ് പൊറോട്ടയാണ്. ചപ്പാത്തി പോലെ മാവ് കുഴച്ചിട്ട് ഒരു 4-5 മടക്ക് മടക്കിയിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുള്ളൊരു നെയ് പൊറോട്ടയാണ്. ഇത് ഉമ്മാൻ്റെ ഒരു പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ ദോശയോ ഇഡ്ഡലിയോ നൂൽപുട്ടോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു നെയ് പൊറോട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കറിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു എളുപ്പത്തിലുള്ളൊരു എഗ് കറിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ വ്ളോഗൊക്കെ ചെയ്തിട്ട് എന്താ ഇപ്പോൾ ഈ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് എന്നുള്ളത്. ഞാനൊരു സാധാരണ ഒരു ദിവസമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും വേണ്ടേ. അപ്പോൾ എഗ് കറിയും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിൽക്കണം. എനിക്ക് 2 മക്കളാണുള്ളത്. വലിയ ആൾക്ക് 8 വയസ്സായി, ചെറിയ ആൾക്ക് 2 വയസ്സാണ് കേട്ടോ പ്രായം. അപ്പോൾ അങ്ങനെ അവരൊന്നും എണീറ്റിട്ടില്ല. പിന്നെ എൻ്റെ വലിയ മോൻ ഇവിടെ ഇല്ല. അവൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് 2 ദിവസം നിൽക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ചെറിയ മോന് അക്കിഫിനാണ് അവൻ്റെ പേര്. അവൻ എണീറ്റിട്ടുമില്ല. പിന്നെ ഈ വീട്ടിൽ കാക്കാൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും 4 മക്കളാണ്. 3 പെങ്ങന്മാരുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡും. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അക്കിഫിനെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കണം. അവന് രാവിലത്തെ കടിയൊന്നും കഴിക്കാറില്ല. അതിന് ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ 1-2 പൊട്ട് അങ്ങനെ കഴിക്കുന്നല്ലാണ്ട് ഈ ചപ്പാത്തി അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ അതിന് കൊടുക്കാനായിട്ട് മെനക്കെടില്ല. അപ്പോൾ രായോ അല്ലെങ്കിൽ പഴമൊക്കെ ആണെങ്കിൽ അതൊന്ന് പുഴുങ്ങിയിട്ട് പാലിലൊന്ന് അടിച്ചിട്ട് കൊടുക്കും. അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വേഗം നിൽക്കും കേട്ടോ. അപ്പോൾ ഫിഷ് കിട്ടിയിട്ടുള്ളത് കേദരയാണ്. അപ്പോൾ ഈ നാട്ടിൽ കേദര എന്നാണ് പറയാറുള്ളത്. മറ്റു നാട്ടിലൊക്കെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് തേങ്ങ അരച്ചിട്ട് അതിൻ്റെ തലയും വാലയും പിന്നെ കുറച്ച് പീസൊക്കെ എടുത്തിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് സാഗർ ഹോട്ടലിൽ സെയിം ടേസ്റ്റിൽ നല്ലൊരു കറി അവിടുത്തെ ഹസ്ബൻഡിൻ്റെ ഉമ്മ വെക്കും. എനിക്ക് ആ ഒരു ടേസ്റ്റ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കറിയാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉലുവ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടി വരണം. അപ്പോൾ ഒരു ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വലിയ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വഴന്ന് വരണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2 പഴുത്തിട്ടുള്ള തക്കാളി ഇതുപോലെ ചെറുതായി എരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ഈ എണ്ണയുമായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞ് വരണം. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്താടാ ഉണ്ടാതിരിക്കുക. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി വെന്തതിന് ശേഷം. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷമാണ് പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്താണ് ചേർക്കുന്നത്? അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പൊടികളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഈ പൊടികളൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ പൊടികളുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമ്മൾ പുളി എത്രയാണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയായിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ വേണ്ടേ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി, വലിയ ജീരകം, തേങ്ങ. അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ തലയും പിന്നെ കുറച്ച് പീസൊക്കെ ആയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എന്ത് കറിയും ഒരു നേരത്തേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാത്രി വേറെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ. രാത്രി ഏതായാലും പിന്നെ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ 2 നേരത്തേക്ക് ഉണ്ടാക്കാറില്ല. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിക്കുക കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചോറ് വെന്തോന്ന് നോക്കുകയാണ്. സാധാരണ എല്ലാ ദിവസമൊന്നും അടുപ്പിൽ അങ്ങനെ വെക്കാറില്ല, സ്റ്റൗവിൽ തന്നെയാണ് വെക്കാറുള്ളത്. എന്നാൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ അടുപ്പ് കത്തിച്ചിട്ട് അതിലും ചോറ് വെക്കാറുണ്ട്. പിന്നെ വീട്ടിലെല്ലാവരും കൂടുമ്പോൾ അടുപ്പ് തന്നെയാണ് യൂസ് ചെയ്യാറ്, സ്റ്റൗവിലൊന്നും ചോറ് വെക്കാറില്ല. ഇപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇത് കത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇതല്ലേ. അപ്പോൾ അതിന് വേണ്ടി ചോറ് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയുള്ളി, വലിയ ജീരകം, തേങ്ങ അതൊക്കെ നന്നായിട്ട് അരച്ചിട്ടുള്ള ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഒരു ജാറൊന്ന് കുറച്ച് വെള്ളം ഒന്ന് ചുഴറ്റിയിട്ട് അതും കൂടെ കുറച്ച് വെള്ളം കേട്ടോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തേങ്ങരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളക്കാൻ പാടില്ല. പിന്നെ ഒന്നാമത് മൺചട്ടിയും കൂടിയാണ്, ചൂട് തട്ടിയാൽ പിന്നെ അതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് തിളക്കുമല്ലോ. ഒരു തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ മീനൊക്കെ മസാല ആക്കിയതൊന്ന് പൊരിച്ചെടുക്കട്ടെ. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കണം. ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ മെയ്, ജൂൺ, ജൂലൈ 3 മാസമായിട്ടോ നാട്ടിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ഇക്കാക്ക് ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇക്കാക്കാൻ്റെ പെങ്ങളും മോനും കൂടെ നടത്തുന്ന ഷോപ്പാണ്. CR7 മെൻസ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജെൻസ് വെയർ ഷോപ്പാണ്. പിന്നെ അതിന് പുറമെ ഇപ്പോൾ ഒരു ഷോപ്പും കൂടെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കിഡ്സിൻ്റെ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയും കൂടെയാണ്, പുറത്ത് ഇറങ്ങാൻ പറ്റാത്തൊരു ഇതും കൂടെയാണ്. പക്ഷെ പണിക്കാരുള്ളത് കാരണം അത്യാവശ്യമായിട്ട് പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ മോനാണെങ്കിൽ കണ്ട വാശി പിടിച്ച് പിന്നാലെ കൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കകാൻ്റെ ഉമ്മ അവനിട്ട് വേറെ വഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടിച്ചു വാരണം, തുടക്കണം, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഒരു ചേച്ചി വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൊറോണയൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ഉള്ളൂ അവർ വരാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാതും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ആ ക്ലീനിങ് കാര്യങ്ങളൊന്നും അധികം ഇതിൽ കാണിക്കുന്നില്ല. ചിലർക്കൊന്നും ഇപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ അത് ഇഷ്ടമായിക്കൊണ്ടെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അലക്കാനുള്ള തുണികളൊക്കെ കുറേശ്ശെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാറുള്ളത്. കുട്ടികളത് വേറെ, എൻ്റേത് വേറെ, ഇക്കാക്കാൻ്റെ വേറെ, അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അലക്കി വരട്ടെ. അപ്പോൾ ആ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. അപ്പോൾ എല്ലാ ജോലികളും തീർന്ന് പിന്നെ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കണം. 1 മണി ആയാലും ഇവിടുത്തെ ഉപ്പിമ്മയൊക്കെ നേരത്തെ കഴിക്കൂട്ടോ. അവർക്ക് ഷുഗറൊക്കെ ഉള്ളത് കാരണം നേരത്തെ തന്നെ അവർ ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് ഷോപ്പിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് 2 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അക്കുഫിനാണെങ്കിൽ ഉറങ്ങുകയാണ്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റും ഫുഡൊക്കെ ആയിട്ട് ടേബിളിലേക്ക് വെക്കുകയാണ്. ഭക്ഷണം കഴിച്ച് തുടങ്ങിയപ്പോഴാണ് അച്ചാർ എടുത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. സാധാരണ മാങ്ങ മസാലയായിട്ട് അച്ചാറിടും. പിന്നെ ഇതുപോലെ കുറച്ച് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണൂല, നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് സുർക്കയിലിട്ട് വെക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇത്രയായി. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴംപൊരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. സാധാരണ ഇവിടെ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. എൻ്റെ റിസു ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവന് പിസ്സ അവന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ബ്രെഡ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്കോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഇപ്പോൾ നല്ല പഴുത്ത പഴമുള്ളത് കാരണം പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാഴേൻ്റെ ഇലയിലൊക്കെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, വാഴയില എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ ബാക്കിൽ തന്നെ അത്യാവശ്യം വാഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി പഴംപൊരി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നൊരു റെസിപ്പി തന്നെയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നല്ല പഴുത്ത പഴം ഇരിപ്പുണ്ടായപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറൈറ്റി റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്കൊരു വ്ളോഗൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഇതേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പഴമൊക്കെ ഇതുപോലെ നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പഴമൊക്കെ ഇതാ നീളത്തിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മൈദ വേണം. ഒരു 5-6 വലിയ സ്പൂണും മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. റവയോ അല്ലെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പൊടിയൊക്കെ ബൗളിലേക്ക് ഇട്ടപ്പോൾ തന്നെ അക്കുഫിൻ വന്നിട്ട് അതിലിങ്ങനെ കളിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ തന്നെ കേട്ടോ. എന്ത് വീഡിയോ എടുക്കുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ്, ആകെ കളഞ്ഞ് പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി നിൽക്കണം. ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഓരോ വീഡിയോസ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ റവ ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുക്കും. ഇനി അതിന് പകരം ഞാൻ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ അതൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കലക്കിയെടുക്കാം. പിന്നെ ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ. കുരുമുളക് പൊടി അത് വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ദിവസം ഇതുപോലെ ഇങ്ങനെ വെറുതെ ഒന്ന് ഇട്ടിട്ടുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു പഴംപൊരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഓയിൽ ചൂടായിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു അതുപോലെ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് വാഴയിലയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് മാത്രമല്ല കേട്ടോ, എന്തുണ്ടാക്കുകയാണെങ്കിലും ബാക്കിൽ ഒരുപാട് വാഴ ഉണ്ട്. അപ്പോൾ വാഴയില വെട്ടിയിട്ട് അതിൽ വെച്ച് കഴിക്കാറ് തന്നെയാണ് പതിവ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുടുംബമാണ്, അതുപോലെ തന്നെ അയൽവാസിയാണ്, 2 ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ചായ കുടിച്ച് പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് പോയി. അതിനുശേഷം നമ്മളും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും 2 പഴംപൊരി എടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ നല്ല പാൽ ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ. പിന്നെ ഇനി രാത്രിയിലേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാറുള്ളത്. ചപ്പാത്തി അല്ലെങ്കിൽ ഇവിടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഓട്സാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇടയ്ക്ക് എല്ലാ ദിവസവും ഓട്സ് ഉണ്ടാക്കാറില്ല, ചിലപ്പോൾ ഒക്കെ ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് നാടൻ കോഴി കറിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നാടൻ കോഴി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കടോടിയാണ്. കടോടി എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയുമെന്ന് അറിയില്ല, മലപ്പുറം സ്റ്റൈൽ കടോടി കറിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മ അതാ ചപ്പാത്തിയൊക്കെ പരത്തി തരുന്നുണ്ട്, ഞാനതങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അക്കിഫിന് ഫുഡ് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ അതിനായിട്ട് മെനക്കെടേണ്ടി വരും. അപ്പോൾ അവന് ഞാനത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ തക്കം നോക്കിയിട്ട് കണ്ടോ വെള്ളം കഞ്ഞിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതും കഞ്ഞി കൊടുക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓരോ വിക്രസ് കാട്ടിയിട്ട് അങ്ങനെ നടക്കും. പിന്നെ പ്ലേറ്റൊക്കെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിലേക്ക് വെക്കാണ്. അപ്പോൾ ഇതാ കറിയും റെഡി ആയിട്ടുണ്ട്, അത് ഞാൻ ടേബിളിലേക്ക് വെക്കാണ്. ടേബിളിലേക്ക് വെക്കുമ്പോൾ തന്നെ കണ്ടോ മറ്റോ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് കുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ വിളമ്പാൻ നല്ല ഇഷ്ടമാണ്, ഓരോരുത്തരുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കാൻ നല്ല ഉഷാറാണ് ആൾ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും ചായ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ പാൽ ചായയോ അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഹസ്ബൻഡും ഉണ്ട്, ഹസ്ബൻഡിനെ നേരത്തെ പറഞ്ഞല്ലോ പെങ്ങളെ മോന് അവനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വൈകുന്നേരം ഷോപ്പിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നേരത്തെ കണ്ടില്ലേ, അതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഉപ്പ. ഉമ്മക്ക് വീഡിയോയിൽ ഒന്നും അങ്ങനെ വരാൻ താല്പര്യമൊന്നുമില്ല, അപ്പോൾ അത് കാരണമാണ് ഉമ്മാനെ എടുക്കാത്തത്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇതാ ചപ്പാത്തിയും കറിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് മയനീസും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ക്ലീനാക്കി എടുത്തു. പിന്നെ ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗേറ്റൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കാക്കാൻ്റെ ഏതൊരു ഫ്രണ്ട് ഇവിടെ അടുത്ത് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാസ്കൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോയത്. പിന്നെ കണ്ടോ അക്കിഫിനാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല, അവൻ ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ്. ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ആ സ്കൂട്ടിയിലൊന്ന് അവനൊന്ന് ചുറ്റിക്കാൻ വേണം, അല്ലാതെ അവന് ഉള്ളിലേക്ക് കയറിയില്ല. അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഒരു ദിവസമാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന് നന്നായിട്ട് അറിയാം. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനി ഇടാവുന്നതാണ്. ഇതൊരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ്. നാട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഒരു വ്ളോഗ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ചെറുതായിക്കോട്ടെ അതൊന്നും ആ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.